തൈരും യോഗട്ടും ഒന്നാണോ? തൈരും യോഗട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏതിനാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ ഗുണമുള്ളത്? ഏതാണ് നമ്മുടെ ശരീരഭാരം കുറയ്ക്കാൻ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്കവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് തൈരും യോഗട്ടും ഒന്നാണെന്നാണ്. തൈരിനും യോഗട്ടിനും പല വ്യത്യാസങ്ങളുണ്ട്. അവയുടെ ടേസ്റ്റിലാണെങ്കിലും ടെക്സ്ചറിലാണെങ്കിലും ആരോഗ്യ ഗുണങ്ങളിലാണെങ്കിലും അതിന്റെ പ്രിപ്പറേഷനിലാണെങ്കിലും പല വ്യത്യാസങ്ങളുണ്ട്. പുളിപ്പിച്ച തൈര് പാലിലേക്ക് ചേർത്ത് ഒരു ദിവസം വെച്ചതിന് ശേഷം ഫെർമെന്റേഷന് ശേഷം ഉണ്ടാകുന്നതാണ് ഈ തൈര് എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ പുളിപ്പ് വളരെയധികം കൂടുതലായിരിക്കും. പ്രോബയോട്ടിക്സ് ബാക്ടീരിയസും പല വിറ്റമിൻസും വിറ്റമിൻ B2ഉം B12ഉം വിറ്റമിൻ എയും മഗ്നീഷ്യവും കാൽഷ്യവും ഒക്കെ ഇതിൽ ധാരാളമായിട്ട്, പ്രോട്ടീനും കാലറീസും ഒക്കെ ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ലാക്ടോബാസിലസ് ബാക്ടീരിയസ് ആണ് ഇതിൽ കണ്ടുവരുന്നത്. യോഗത്തിന്റെ പ്രിപ്പറേഷൻ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. യോഗട്ട് ബാക്ടീരിയസ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു യോഗട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ലാക്ടോബാസിലസ് ബൾഗാരിസും സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസ് എന്ന 2 തരം ബാക്ടീരിയാസ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു യോഗട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ ഫെർമെന്റേഷൻ വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പുളിപ്പും വളരെയധികം കുറവാണ്. ലാക്ടോസ് ഇൻടോളറൻസ് അഥവാ പാലിന്റെ അലർജി ഉള്ളവർക്കൊക്കെ കൂടുതലും നല്ലത് ഈ യോഗട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും. യോഗട്ടും തൈരും രണ്ടിനും നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടേറെ ഗുണങ്ങൾ നമുക്ക് നൽകുന്നതാണ്. നമ്മുടെ ദഹനശക്തിയെ ഇംപ്രൂവ് ചെയ്യുവാനും നമ്മുടെ വിശപ്പ് കൂട്ടുവാനും നമ്മുടെ കുടലിന് അത്യാവശ്യമായിട്ടുള്ള നല്ല ബാക്ടീരിയസിന്റെ വളർച്ചയ്ക്കും ഒക്കെ നമുക്ക് ഈ തൈരിലും യോഗട്ടിലും അടങ്ങിയിരിക്കുന്ന പ്രോബയോട്ടിക്സ് ബാക്ടീരിയാസ് ഒക്കെ വളരെയധികം സഹായം നൽകുന്നുണ്ട്. തൈരിനേക്കാളും കുറച്ച് അളവിൽ കൂടുതലായിട്ട് പ്രോബയോട്ടിക്സ് ബാക്ടീരിയാസ് യോഗട്ടിലാണ് അടങ്ങിയിരിക്കുന്നത്. ഇതിൽ 2 തരം ബാക്ടീരിയാസ് അടങ്ങിയത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് കുറച്ച് ഗുണം തൈരിനേക്കാട്ടിലും കുറച്ച് ഗുണം കൂടുതൽ നമുക്ക് യോഗട്ടാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. തൈരിലും യോഗട്ടിലും കാൽഷ്യവും മിനറൽസും വിറ്റമിൻ B2ഉം B12ഉം അതുപോലെ തന്നെ പൊട്ടാഷ്യവും ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. എല്ലിന്റെ ആരോഗ്യത്തിനാണെങ്കിലും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കാണെങ്കിലും നമ്മുടെ സ്കിന്നിന്റെ ആരോഗ്യത്തിനൊക്കെ ആണെങ്കിലും വളരെയധികം ഹെൽപ്ഫുൾ ആണ്. താരനെ കൺട്രോൾ ചെയ്യുവാനും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. താരനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ കഴിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ പുറമെ നമ്മുടെ മുടിയിൽ നമുക്കൊരു മാസ്ക് പോലെ അപ്ലൈ ചെയ്യുമ്പോഴും നമുക്കതിൽ ഗുണങ്ങൾ നൽകുന്നുണ്ട്. സ്കിന്നിൽ അപ്ലൈ ചെയ്താലും തൈര് നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നു നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കുവാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. പല സ്കിന്നിന്റെ ഇറിറ്റേഷൻസ് കുറയ്ക്കുവാനും നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷ്യം നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഒക്കെ നമുക്ക് ഒട്ടേറെ ഗുണങ്ങൾ നൽകുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമ്മുടെ രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും കൊളസ്ട്രോൾ കുറയ്ക്കുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്യുവാനും നമുക്ക് ഇതിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. IBS പോലത്തെ കണ്ടീഷൻസ് അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന കണ്ടീഷൻസ്, അതുപോലെ തന്നെ ഗ്യാസ്ട്രിക് അൾസർ, ഗ്യാസ്ട്രൈറ്റിസ്, നെഞ്ചൊരിച്ചിൽ പോലെ ഉള്ളവർക്ക് നമുക്ക് തൈരിനെക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലത് യോഗട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം യോഗട്ടിലെ ഫെർമെന്റേഷൻ വളരെയധികം കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ധാരാളമായിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. IBS പ്രോബ്ലംസ് ഒക്കെ കുറയ്ക്കുവാനും അൾസർ കൺട്രോൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ്. ശരീരഭാരം കുറയ്ക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് തൈരിനെക്കാട്ടിൽ കുറച്ചുകൂടെ നല്ലത് നമുക്ക് യോഗട്ട് കഴിക്കുന്നത് മൂലമാണ്. പ്രോബയോട്ടിക്സും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. തൈരിനെക്കാട്ടിൽ കുറച്ച് കലോറീസ് യോഗട്ടിൽ കുറവാണ്. എന്നിരുന്നാലും അധികം വ്യത്യാസമൊന്നുമില്ല. എന്നാലും ഒരു പടി മുന്നിൽ യോഗട്ടാണ് എപ്പോഴും നല്ലത്. യോഗട്ട് കുറച്ച് കട്ടി കൂടുതലായതുകൊണ്ട് പലരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഇത് യോഗട്ട് കഴിക്കുന്നത് മൂലം നമുക്ക് അമിതവണ്ണം വരുവാനും അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടുവാനും ഒരു കാരണമാകും. തൈരിനെക്കാട്ടും കുറച്ചുകൂടെ ക്രീമി ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. തൈരിന്റെയും യോഗട്ടിന്റെയും പ്രധാന വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് യോഗട്ട് എന്ന് പറയുന്നത് കുറച്ച് ക്രീമി ടെക്സ്ചർ ആണ്. തൈര് കുറച്ചുകൂടി ലൂസ് ആയിട്ടുള്ള ഒന്നാണ്. പക്ഷെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ തൈരിൽ കുറച്ച് അധികം പുളിപ്പുണ്ട്, യോഗട്ടിൽ പുളിപ്പ് കുറവാണ്. യോഗട്ടിലാണ് കുറച്ചധികം പ്രോബയോട്ടിക് ബാക്ടീരിയാസ് അടങ്ങിയിരിക്കുന്നത്. യോഗട്ട് ലഭിക്കുന്നവരാണെങ്കിൽ യോഗട്ടാണ് കുറച്ചുകൂടെ ഗുണങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇല്ലാത്തവരാണെങ്കിൽ തൈരും കഴിക്കാവുന്നതാണ്. തൈരിലും ഈ പറഞ്ഞ ഗുണങ്ങളുള്ള നേരിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ടിലും നമുക്ക് പറഞ്ഞ ഗുണങ്ങളുണ്ട്. യോഗട്ടിലാണ് തൈരിനെക്കാളും കുറച്ച് ഗുണങ്ങൾ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത്. യോഗട്ട് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള യോഗട്ട് സെലക്ട് ചെയ്യുന്ന എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള യോഗട്ട് മാക്സിമം ഒഴിവാക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു
യോഗത്തിന്റെയും തൈരിന്റെയും ഒരു ഡിഫറൻസിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആരോഗ്യമുള്ള ശരീരത്തിനായിട്ട് ഇത് നമ്മുടെ ഭക്ഷണത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു യോഗത്തിന്റെയും തൈരിനെ കുറിച്ചുള്ള ചെറിയൊരു അറിവ് എല്ലാവർക്കും ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് വീണ്ടും കാണാം.